നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സ് കഴിഞ്ഞു, ഇനി കെമിസ്ട്രിയാണ്. അടിപൊളിയായിട്ട് നമുക്ക് കെമിസ്ട്രി പഠിക്കാം. അത് അടിപൊളിയായിട്ട് പഠിക്കണം, ഗംഭീരമായിട്ട് പഠിക്കണം. കാരണം കഴിഞ്ഞ വർഷത്തെ +2 ഫിസിക്സ് ടഫായിരുന്നു, കെമിസ്ട്രി അതിനേക്കാട്ടിൽ ടഫായിരുന്നു. കാരണം ഇതൊക്കെ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എന്തുകൊണ്ടാണ് കെമിസ്ട്രി ടഫാകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കണം. അതിനുമുമ്പേ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു കേൾക്കുന്നു. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും 4 മണിക്കൂറിൻ്റെ വീഡിയോയും നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട കുട്ടികൾക്ക് ദൈവം സഹായിച്ച് നല്ല മാർക്ക് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ജയിക്കാനുള്ളവർക്ക് ജയിക്കാൻ, ഡബിൾ പാസ് മാർക്ക് വേണ്ടവർക്ക് ഡബിൾ പാസും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. ഫുൾ മാർക്ക് വേണ്ടവർക്ക് ഫുൾ മാർക്ക്, A+ വേണ്ടവർക്ക് A+ ഒക്കെ കിട്ടാൻ വേണ്ടി വീഡിയോസ് എല്ലാം ചെയ്തത് കൃത്യമായിട്ട് കുട്ടികൾക്ക് പ്രയോജനപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. കാരണം അതുപോലെ കമൻസും അതുപോലെ നമുക്ക് വരുന്നുണ്ട്. ഇത് മാക്സിമം കുട്ടിലേക്ക് ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിലും 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വളരെ കുറച്ച് സമയം കൊണ്ട് ഫുൾ പഠിക്കാനുള്ളതൊക്കെ വരും. അത് നിങ്ങൾ മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എല്ലാ കുട്ടികളും. അന്നേരം കെമിസ്ട്രിയോട് വരാം. എന്തുകൊണ്ടാണ് കെമിസ്ട്രി പണി പാളാതെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കേണ്ടതിന് കാരണം വേറെ ഒന്നും കൊണ്ടല്ല. കെമിസ്ട്രി നമുക്ക് 1 or 2 അല്ല, നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും 5 മെയിൻ ചാപ്റ്ററുള്ള ഓർഗാനിക് കെമിസ്ട്രി കിടക്കുകയാണ്. ഈ ഓർഗാനിക് കെമിസ്ട്രി എപ്പോഴെങ്കിലും ടഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ വട്ടത്തെ കെമിസ്ട്രി ടഫാണ്. അന്നേരം ഓർഗാനിക് കെമിസ്ട്രി വിട്ടുപഠിച്ചാൽ സാറേ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നമുക്ക് അത്ര വിശ്വാസമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ബേസ് മുതൽ നല്ല വൃത്തിയായിട്ട് സിമ്പിളായിട്ടുള്ള നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപഠിക്കുക. ഏത് വീഡിയോസ് കണ്ടാലും നിങ്ങൾ പഠിക്കുക. ഓർഗാനിക് കെമിസ്ട്രി വിടരുത്. അത് പഠിച്ചാലേ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്കും അറിയാം, അധ്യാപകർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അന്നേരം നിങ്ങൾ വളരെ കാര്യമായിട്ട് ഓർഗാനിക് കെമിസ്ട്രി സൂക്ഷിക്കുക. കാരണം ഓർഗാനിക് കെമിസ്ട്രി കൂടുതലുള്ളപ്പം നമുക്ക് ഏറ്റവും ടഫും ചോദിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടഫ് ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ പാകത്തിൽ പഠിക്കുക. അന്നേരം ആ രീതിയിൽ വേണം പോകാൻ. അല്ലെങ്കിൽ നമുക്ക് പണി പാളാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ പണി പാളാതെ ഗംഭീരമായിട്ട് പഠിച്ച് നല്ല മാർക്ക് നിങ്ങൾ മേടിക്കുക. അന്നേരം എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നോട്ട്സും എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് കൊണ്ടിട്ടേക്കും. അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഒരു പരീക്ഷ കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കും. നിങ്ങൾ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ അർമാദിച്ചു, ആഘോഷിച്ചു. പക്ഷേ പരീക്ഷകളെല്ലാം കഴിയട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ വലിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടും. അന്നേരം അടിച്ച് പൊളിക്കുക. അന്നേരം നമുക്ക് അടുത്ത കെമിസ്ട്രി വീഡിയോസ് തുടങ്ങുകയാണ്. അടിപൊളിയായിട്ട് 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ വരാൻ പോവുകയാണ്. നന്നായിട്ട് പഠിക്കുക. നെവർ എവർ ഗിവ് അപ്പ്.